ചോറും ചപ്പാത്തിയും ഒന്ന് മാറ്റി വെച്ച് ഒരാഴ്ച ഈ സാലഡ് ഒന്ന് കഴിച്ചു നോക്കൂ. നമ്മളുടെ വണ്ണം കുറഞ്ഞ് വയറൊക്കെ ചുരുങ്ങി വരും. പകുതി കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവോളയും ഒരു ചെറിയ തക്കാളിയുമാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽഡ് സ്വീറ്റ് കോൺ ആണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ സ്വീറ്റ് കോൺ ചേർക്കുമ്പോൾ. ഇനി നമ്മുടെ കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ ഒരു പാനിൽ 1 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ വെച്ചിട്ട് ചില്ലി പൗഡറും നമ്മളുടെ ചാറ്റ് മസാലയും ചേർക്കാം. ഇനി നമ്മളുടെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ വെള്ളക്കടല ഒന്ന് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ വെറുതെ കഴിക്കുന്നേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 ക്യൂബ്സ് പനീറാണ്. 2 സ്പൂണ് യോഗർട്ടാണ് ചേർക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 സ്പൂണ്. 1 സ്പൂണ് നമ്മൾക്ക് ലെമൺ ജ്യൂസും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് 1 സ്പൂണ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി ഇതുപോലെ നമ്മൾക്ക് അരച്ചെടുക്കാം. കുറച്ചുകൂടെ ക്രീമി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ആ 1 സ്പൂണ് വെള്ളം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലേ നമ്മൾ കഴിക്കാറ്. വെയിറ്റ് കൂടുമല്ലോ എന്നനുസരിച്ച് പലരും നമ്മൾ ചപ്പാത്തി കഴിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ സാലഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇതുപോലൊരു സാലഡ് മതി, നമ്മുടെ വയറും നിറയും വെയിറ്റും കുറയും. നമ്മളുടെ റോസ്റ്റഡ് ചിക്ക് പീ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല, നല്ല കിടിലൻ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.